രാവിലെ വന്ന് നമ്മുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോഴാ ശ്വേത നമുക്ക് വീട്ടിൽ നിന്ന് അവല് നനച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. സെല്ലോ ടേപ്പ് തപ്പി വന്ന് വിപിയുടെ ഫ്രണ്ടിൽ ഇത്രയും സെല്ലോ ടേപ്പ് നിരന്നിരിക്കണ കണ്ടിട്ടു അവള് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ലാസ്റ്റ് ശ്വേത തന്നെ വന്നിട്ടാ അത് എടുത്തു കൊടുത്തത്. അവളുടെ കണ്ണിന് എന്തോ കാര്യമായിട്ട് പ്രശ്നം പറ്റിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചായ കുടിക്കാൻ ഒരു മൂഡ്. അപ്പൊ മാമിനെയും കൂട്ടി നമ്മളെല്ലാരും കൂടിയും ചായ കുടിക്കാൻ ഇറങ്ങിട്ടോ. നമ്മൾ നേരെ അടുത്തുള്ള ഹോസ്റ്റലിലേക്കാണ് വിട്ടത്. പഴംപൊരിയും ചായയും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചമ്മി. പഴംപൊരി ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോഴത്തേക്ക് പിങ്കിക്ക് പോകാനുള്ള സമയമായി. പിങ്കി നേരെ ബാഗ് എടുക്കാൻ ഓടിട്ടോ. അവിടെ നിന്ന് നേരെ കൊച്ചിൻ ബേക്കറിയിലേക്ക് നടന്നു ഗൈസ്. പിന്നെ എല്ലാവരും കൂടിയും അവിടെ ചെന്ന് ചായയും പപ്സും ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങിയപ്പോഴാ പാനിപ്പൂരി കഴിക്കാൻ ഒരു മോഹം. നേരെ ബികാഷ് ബാബുലേക്ക് വിട്ടു. അവിടെ നിന്ന് അങ്ങനെ പാനിപ്പൂരിയും കഴിച്ചിട്ട് നേരെ ഇറങ്ങിട്ടോ ഗൈസ്. നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ച് വളഞ്ഞ വഴിയാ പിടിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നേരം തെണ്ടി തിരിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തേക്ക് എത്രയൊക്കെയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ, നാളെ കാണാം.